കൈപ്പിടിയിൽ നിന്നും സ്വാതന്ത്ര്യം നേടണമെന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് ബലൂചിസ്ഥാനികൾ ആക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെ അഴിച്ചുവിടുന്നത്. കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ ബാം എന്ന പേരിൽ നടത്തിയ ആക്രമണം അത് വമ്പൻ വിജയമായിരുന്നു എന്നാണ് ഇപ്പോൾ BLF സ്വയം അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. 2 ദിവസങ്ങളായി നടന്ന സംഘർഷത്തിൽ 84 ആക്രമണങ്ങളാണ് വിവിധ സ്ഥലങ്ങളിലായി തന്നെ ഇവർ അരങ്ങേറിയതും. ബലൂചിസ്ഥാനിലുടനീളം തന്നെ നടന്ന വ്യാപകമായ സായുധ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് ഏറ്റെടുക്കുകയും ചെയ്തു. പ്രധാനമായും പാകിസ്ഥാനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഭീകര ശ്രമങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇതോടുകൂടി കൂടുതൽ പ്രതിസന്ധിയിലാവുകയാണ് പാകിസ്ഥാൻ. ജൂലൈ 9-നും ജൂലൈ 11-നും ഇടയിൽ പാകിസ്ഥാന്റെ സൈനിക ഉദ്യോഗസ്ഥരും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ആക്രമണങ്ങൾ നടത്തിയതെന്നും BLF വക്താവ് മേജർ വ്യക്തമാക്കുന്നു. അതുപോലെ പാക് സൈന്യത്തിലെയും ഫെഡറൽ കോർപ്സിലെയും കുറഞ്ഞത് 50 പേർ കൊല്ലപ്പെടുകയും 51-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും വ്യക്തമാക്കുന്നു. അതുപോലെ മുസാഖൽ മേഖലയിലെ ചെക്ക് പോസ്റ്റിൽ 9 ഇന്റലിജൻസ് ഏജന്റുമാരെ വധിച്ചതായും BLF അവകാശപ്പെടുന്നുണ്ട്. പാക് സൈന്യം, മിലിറ്ററി ഇന്റലിജൻസ്, ഇന്റേൺ സർവീസ് ഇന്റലിജൻസ്, പോലീസ്, കസ്റ്റംസ് എന്നിവയെ ലക്ഷ്യമിട്ടുകൊണ്ട് 30-ലധികം നേരിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയതായും BLF പറയുന്നു. ഗ്യാസ് ടാങ്കുകൾ, ധാതുക്കൾ കൊണ്ടുപോകുന്ന ടാങ്കുകൾ എന്നിവ ഉൾപ്പെടെ തന്നെ 25 വാഹനങ്ങൾ നശിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമാക്കുകയോ ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. 7 മൊബൈൽ ടവറുകൾ കത്തി നശിച്ചതായും 5 നിരീക്ഷണ ഡ്രോണുകൾ തകർത്തതായും ഒരു സർക്കാർ ബസ്സിനും ഒരു ബാങ്ക് ഓഫീസിനും കേടുപാടുകൾ വരുത്തിയതായും BLF ഉത്തരവാദിത്തം ഏറ്റെടുത്തതായി ദ ബലൂചിസ്ഥാൻ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരുക്രാൻ അതുപോലെ തന്നെ മറ്റു മേഖലകളിലെല്ലാം തന്നെ എന്നിവിടങ്ങളിലെ തന്ത്രപ്രധാന മേഖലകളിലായി തന്നെ 22 താൽക്കാലിക ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചതായും ആയുധങ്ങൾ പിടിച്ചെടുത്തതായും BLF വ്യക്തമാക്കുന്നു. അതുപോലെ BLF ആക്രമണത്തിൽ പാകിസ്ഥാനിലെ ചില പ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷനും അതുപോലെ ട്രെയിൻ സർവീസുകളും തടസ്സപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. പാകിസ്ഥാന് ബലൂചിസ്ഥാനിൽ ഇനി പിടിമുറുക്കാൻ കഴിയില്ല എന്നാണ് BLFന്റെ വാദം. ബലൂചിസ്ഥാന്റെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതിനെയും അതുപോലെ ജനങ്ങളെ അരികുവൽക്കരിക്കുന്നതിനെയും BLF അപലപിച്ചു. ഓപ്പറേഷൻ ബാമിനെ ദേശീയ വിമോചന പ്രസ്ഥാനത്തിലെ നാഴികക്കല്ല് എന്നതാണ് BLF വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ഓപ്പറേഷൻ ബാമിന് പിന്നാലെ തന്നെ ബലൂചിസ്ഥാനിലാകെ തന്നെ പാക് സൈന്യം റെയ്ഡുകൾ നടത്തിയതിനെ തുടർന്ന് കൊണ്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതേസമയം റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ പാകിസ്ഥാൻ സൈന്യത്തിന് മേഖലയിലെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്നാണ് ബലൂച്ച് നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതുപോലെ പാക് സേനയ്ക്ക് ബലൂച്ച് പ്രവിശ്യയുടെ നിയന്ത്രണം നഷ്ടമായെന്നും പ്രമുഖ ബലൂച്ച് നേതാവായ മീർ യാർ ബലൂച്ച് വ്യക്തമാക്കി. ബലൂചിസ്ഥാനിൽ അവശേഷിക്കുന്ന പാകിസ്ഥാൻ പട്ടാളക്കാർ പ്രാണഭയത്തോടെയാണ് കഴിയുന്നത്. ബലൂചിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉടൻ പിൻവലിക്കണമെന്നും ബലൂച്ച് നേതാക്കൾ ആവശ്യപ്പെട്ടു. ബലൂചിസ്ഥാൻ ഇപ്പോൾ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലല്ല എന്നും പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്ന് രാത്രിയായാൽ കൊറ്റ വിട്ടുപോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് എന്നുമാണ് ബലൂച്ച് നേതാക്കൾ പറയുന്നത്. സുരക്ഷാ ഭയം കാരണം ബലൂചിസ്ഥാനിൽ പാക് സൈന്യം വൈകിട്ട് 5 മുതൽ പുലർച്ചെ 5 വരെ പെട്രോളിംഗ് ഒഴിവാക്കിയിരിക്കുകയാണ്. മേഖലയുടെ 70 മുതൽ 80% നിയന്ത്രണം പാകിസ്ഥാൻ നഷ്ടപ്പെട്ടുവെന്നും റസാഖ് ബലൂച്ച് അവകാശപ്പെട്ടു. അതുപോലെ 100-ലധികം വാതക കിണറുകളുള്ള ധര എന്ന പാകിസ്ഥാനിലെ വാതക പാടങ്ങൾ ബലൂച്ച് സ്വാതന്ത്ര്യ സമര സേനാനികൾ ആക്രമിച്ചതായും മീർ യാർ ബലൂച്ച് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.